ഹലോ Morning. Good morning, Miss. Good morning, ma'am. Morning, ma'am. Good morning. Morning, ma'am. Good morning, ma'am. Good morning. Okay. Good morning. Outpatient department അല്ലേ? Outpatient ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ചെറിയൊരു ഭാഗം അല്ലെ ഇൻട്രൊഡക്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. എന്തായിരുന്നു ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞാല്? ആരാ ഔട്ട് പേഷ്യന്റ്? ആരാ ഔട്ട് പേഷ്യന്റ്? They come to the hospital and കൺസൾട്ടേഷന് വേണ്ടി വരുന്നത്. പുറത്തുനിന്ന് കൺസൾട്ടേഷന് വേണ്ടി വരുന്ന ആൾക്കാർ. അഡ്മിറ്റ് ആവാണ് കൺസൾട്ടേഷന് വരുന്നത്. അത് ആവാത്ത പേഷ്യന്റ് ആണല്ലേ ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത്. ആദ്യം എൻ്റർ ചെയ്യുന്നു അല്ലെ, ഹോസ്പിറ്റലിലോട്ട് എൻ്റർ ചെയ്ത് ഓക്കെ ചെയ്തെടുത്ത് രജിസ്റ്റർ ചെയ്തതിനു ശേഷം വെയിറ്റ് ചെയ്തു, ഡോക്ടറെ കണ്ടു, പ്രിസ്ക്രിപ്ഷൻ വാങ്ങി, അതുപോലെ തന്നെ എവിടേക്ക് പോകും, ഫാർമസിയിലോട്ട് പോയി മരുന്ന് വാങ്ങിച്ച് എക്സിറ്റ് ആയി പോകുന്നു. ഇതാണ് ഔട്ട് പേഷ്യന്റിന്റെ പ്രോസസ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ് OPD സർവീസസുകളെ കുറിച്ച് നമ്മൾ പഠിച്ചില്ലേ? ഇല്ലേ? ഇതൊക്കെയായിരുന്നു OPD സർവീസസ്. ഓർമ്മയില്ല? diagnosis, observation, consultation, treatment, Intervention and rehabilitation, intervention. Okay. Diagnosis, observation, treatment, intervention, rehabilitation. ഇതൊക്കെയാണ് OPD സർവീസസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ പഠിച്ചത് കൺസൾട്ടേഷൻ വരെയല്ലേ എടുത്തത്? പോയിന്റ്സ് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്തത് ആണോ? കൺസൾട്ടേഷൻ വരെയാണ്. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് പോർഷനിലോട്ട് പോവാം കേട്ടോ. നെക്സ്റ്റ് പോയിന്റ് നമുക്ക് നോക്കാം. ഓക്കെ, 1 minute നെക്സ്റ്റ് നമുക്ക് മ്യൂട്ട് ആക്കട്ടെ, അല്ലെങ്കിൽ ആരെങ്കിലും അൺമ്യൂട്ട് ആക്കി കഴിഞ്ഞാൽ നമുക്ക് സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ഓക്കെ, സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ആണോ? വലുതാക്കണോ സ്ക്രീൻ? ഇപ്പൊ നമ്മള് ഡയഗ്നോസിസ് പറഞ്ഞു, ഒബ്സർവേഷൻ പറഞ്ഞു, കൺസൾട്ടേഷൻ പറഞ്ഞു. ഇനി നെക്സ്റ്റ് ആണ് എന്ത്? ട്രീറ്റ്മെന്റ്. മെഡിക്കൽ കെയർ ഗിവ് ടു എ പേഷ്യന്റ് ഫോർ എ ഇൽനെസ് ഓർ ഇഞ്ചുറി. അപ്പൊ എന്താണ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാല്? ഇഞ്ചുറിയോ അല്ലെങ്കിൽ രോഗബാധിതരോ അല്ലെങ്കിൽ വലിയ ആഘാതം, മുറിവുകളൊക്കെ ആയിട്ട് പേഷ്യന്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? ഹോസ്പിറ്റൽസ് ട്രീറ്റ്മെന്റ് കൊടുക്കും അല്ലെ, അല്ലെങ്കിൽ മെഡിക്കൽ കെയർ കൊടുക്കാറുണ്ട്. അതിനെയാണ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. രോഗമായിട്ടോ അസുഖമായിട്ടോ അല്ലെങ്കിൽ വലിയ മുറിവുകളൊക്കെ ആയിട്ട് പേഷ്യൻസ് ഹോസ്പിറ്റലിൽ വരുമ്പോ അവർക്ക് കൊടുക്കുന്ന മെഡിക്കൽ കെയർ, അതിനെയാണ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാല്? ഓക്കെ ഓക്കെ, ഇനി എന്താണ് ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞാല്? ആക്ഷൻ ടേക്കൺ ടു ഇംപ്രൂവ് ഇൻ മെഡിക്കൽ ഡിസോർഡർ. ഇവിടെ ഡിസോർഡർ എന്ന് ഉദ്ദേശിക്കുന്നത് അസുഖമാണ് കേട്ടോ. അസുഖം, രോഗം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭേദമാകാനായിട്ട് ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റർവെൻഷൻ ഇടപെടൽ. ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞാല് ഇടപെടൽ. ഓക്കെ, അപ്പോ ഒരു രോഗം അല്ലെങ്കിൽ എന്താണ് മുറിവുകളോ എന്തെങ്കിലും ആയിട്ട് പേഷ്യൻസുകള് നമ്മുടെ ഹോസ്പിറ്റലിൽ വരുമ്പോ അത് ഭേദമാക്കാനായിട്ടുള്ള ഇടപെടൽ നടത്താറുണ്ട് അല്ലെ. ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് ആ രോഗം മാറാനായിട്ട്, ഭേദമാക്കാനായിട്ടുള്ള ഇടപെടൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഇന്റർവെൻഷൻ എന്ന് പറയുന്നത്.
ഓക്കെ, കുറച്ച് നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ദ ആക്ഷൻ ടേക്കൺ ടു ഇംപ്രൂവ് എ മെഡിക്കൽ ഡിസോർഡർ. ഒരു രോഗം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭേദമാക്കാനായിട്ടുള്ള നടപടിക്രമങ്ങൾ, അതാണ് ഇന്റർവെൻഷൻ. രോഗം വന്നു കഴിഞ്ഞാല് അത് മാറാനായിട്ട്, ഭേദമാക്കാനായിട്ട് കുറച്ച് പ്രൊസീജിയർ അവർ ചെയ്യാറുണ്ട്. ആ പ്രൊസീജിയറിലൂടെയാണ് ഓരോ കാര്യങ്ങളും, ട്രീറ്റ്മെന്റ് ആയാലും അതുപോലെ തന്നെ മെഡിക്കൽ കെയർ ആയാലും രോഗികൾക്ക് കൊടുക്കുന്നത്. കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്, നടപടികളുണ്ട്, അതനുസരിച്ചിട്ടാണ് അവർ ചെയ്യാറ്. അപ്പൊ അങ്ങനെയുള്ള നടപടിക്രമങ്ങളെയാണ് ഇന്റർവെൻഷൻ എന്ന് പറയുന്നത്, ഇടപെടൽ. ഓക്കെ, ഇനി എന്താണ് റീഹാബിലിറ്റേഷൻ? The action of restoring someone to health or normal life through training and therapy after illness. എന്താണ് രോഗം വന്നു കഴിയുമ്പോൾ റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു പേഷ്യന്റിനെ പുനർജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് അല്ലെ. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഹെൽത്ത് കെയറിലൊക്കെ അല്ലെ, കൊറോണ വന്ന പേഷ്യൻസ് അല്ലെങ്കിൽ സ്ട്രോക്ക് വന്ന പുനരധിവാസം. ഓക്കെ, സ്ട്രോക്ക് വന്ന പേഷ്യന്റ് ആണെങ്കിൽ അവർക്ക് കുറെ തെറാപ്പികൾ വഴി അല്ലെ, ഫിസിയോതെറാപ്പി ഒക്കെ വഴി അവരെ പുനർജീവിതത്തിലേക്ക് നമ്മുടെ നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതിനെയാണ് റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത്. രോഗം വന്നു കഴിഞ്ഞാല് ഒരാളെ നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, അതാണ് റീഹാബിലിറ്റേഷൻ. ഇപ്പൊ 3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ട്രീറ്റ്മെന്റ് പറഞ്ഞു, ഇന്റർവെൻഷൻ പറഞ്ഞു, റീഹാബിലിറ്റേഷൻ പറഞ്ഞു. ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാല് ഒരു രോഗി അല്ലെങ്കിൽ ഒരു പേഷ്യന്റിന് ഒരു രോഗം അല്ലെങ്കിൽ മുറിവ് എന്തെങ്കിലും ഇഞ്ചുറീസ് ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് മെഡിക്കൽ കെയർ കൊടുക്കുന്നതിനെയാണ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്റർവെൻഷൻ, ഇടപെടല്. അവർക്ക് എന്തെങ്കിലും ഇപ്പൊ പേഷ്യന്റിന് ഒരു രോഗവുമായിട്ട് വരുന്ന പേഷ്യന്റ് ആണെങ്കിൽ ആ രോഗം മാറാനായിട്ട് കുറച്ച് നടപടിക്രമങ്ങൾ അവിടെ എടുക്കുന്നുണ്ടവര്. അതിനെയാണ് ഇന്റർവെൻഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെന്താണ് റീഹാബിലിറ്റേഷൻ? ഒരു വ്യക്തിയെ രോഗം ഭേദമാകാൻ വേണ്ടി, ഭേദമാക്കി ആ വ്യക്തിയെ നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരുന്നതാണ് റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത്, പുനരധിവാസം. ഓക്കെ, ഓക്കെയാണോ 3 കാര്യങ്ങളും? ഓക്കെ, എഴുതിയെടുക്കുന്നുണ്ടോ? നമ്മളൊന്ന് എഴുതിയെടുത്ത് കഴിഞ്ഞാല് കമന്റ് ഇടാട്ടോ. എഴുതിയെടുത്ത് കഴിഞ്ഞോ? നമ്മുടെ സ്ക്രീൻ വലുതാക്കി തരാം. നെക്സ്റ്റ് പോർഷനിലോട്ട് പോട്ടെ എന്നാ. ഓക്കെയാണോ? ഇനി നമ്മൾക്ക് നോക്കുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് OPD. ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് 4 കാര്യങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് നോക്കി, പ്രൊവൈഡിങ് ക്വാളിറ്റി ഓഫ് കെയർ. എന്താണ് പറയുന്നത്? ആ പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രൊവൈഡിങ് ക്വാളിറ്റി ഓഫ് കെയർ. ഒന്ന് പറഞ്ഞു നോക്കിയേ, എന്തായിരിക്കും? Providing quality of care. നല്ല ട്രീറ്റ്മെന്റ് അല്ലെ, ക്വാളിറ്റി, ഗുണനിലവാരമുള്ള കെയർ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റില്. മികച്ച സേവനം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള്, ഗുണനിലവാരമുള്ള ട്രീറ്റ്മെന്റ്, ഗുണനിലവാരമുള്ള സർവീസ് ആണ് OPDയില് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ എന്താണ്? മോഡേൺ ടെക്നിക്സ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻവെസ്റ്റിഗേഷൻ എന്താണ്? നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ? ഇൻവെസ്റ്റിഗേഷൻ, അന്വേഷണം അല്ലെ. ഓക്കെ, ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇൻവെസ്റ്റിഗേഷൻ, നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനില് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാല് അപ്പോൾ തന്നെ മനസ്സിലോട്ട് ഓടി വരണം എന്താണ്? നമ്മൾ ലാബ് ടെസ്റ്റുകൾ ചെയ്യാറില്ലേ? പല ടെസ്റ്റുകള്. ഓക്കെ, സ്കാനുകൾ ചെയ്യാറുണ്ട്, ടെസ്റ്റുകൾ ചെയ്യാറുണ്ട് അല്ലെ, കണ്ടെത്തുന്നതല്ലേ രോഗം എന്താണ്. രോഗനിർണയം നടത്താൻ വേണ്ടിയിട്ട് നമ്മള് ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ്, ഫ്ലൂയിഡുകള്, അതുപോലെയുള്ള സ്കാനുകൾ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് കേട്ടോ.
ക്ലിയർ ആയോ? അപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും നമ്മുടെ HCAല് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോ അതാണ് മനസ്സിലോട്ട് ഓടി വരേണ്ടത് കേട്ടോ. ക്ലിയർ ആയില്ലേ? ഇൻവെസ്റ്റിഗേഷൻ പല ടെസ്റ്റുകൾ നടത്താറുണ്ട്. ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ്, അതുപോലെ പല സ്കാനുകള്. ഓക്കെ, ഇതൊക്കെയാണ് ഇൻവെസ്റ്റിഗേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണ് ആ പോയിന്റ് പറയുന്നത്? മോഡേൺ ടെക്നിക്സ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്. പഴയകാല രീതികൾ മാറ്റിയിട്ട് പുതിയതായിട്ടുള്ള ടെക്നിക്സ് കൊണ്ടുവരിക. ഇതിനു വേണ്ടിയിട്ടാണ് മോഡേൺ ടെക്നിക്സ് കൊണ്ടുവരുന്നത്. പെട്ടെന്ന് രോഗങ്ങളെ ഐഡന്റിഫൈ ചെയ്യാൻ, അല്ലെ, രോഗം എന്താണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് പുതിയ രീതിയിലുള്ള മോഡേൺ ടെക്നിക്സ് കൊണ്ടുവരുന്നുണ്ട്. എവിടെ? OPD, ഔട്ട്പേഷ്യൻ ഡിപ്പാർട്ട്മെന്റിൽ. പിന്നെന്താണ്? ഫെസിലിറ്റീസ് ഫോർ ടോട്ടൽ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. അതൊന്ന് പറയാൻ പറ്റുമല്ലോ ആ പോയിന്റ്? എന്താണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാല്? സംതൃപ്തി, അല്ലെ? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാല് സംതൃപ്തി അല്ലെങ്കിൽ സന്തോഷം, സംതൃപ്തി. ഓക്കെ ഓക്കെ. അപ്പോ നല്ല രീതിയിൽ രോഗികളെ സംതൃപ്തരാക്കുന്നുണ്ട്, അല്ലെ? അവിടെ കൊടുക്കുന്ന കെയറില് അവരെ തൃപ്തരാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇവിടെ OPD ഡിപ്പാർട്ട്മെന്റില്. പിന്നെ എന്താണ്? ഗുഡ് പബ്ലിക് റിലേഷൻസ്. ഓക്കെ, അപ്പൊ എന്താണ് അവിടെ വരുന്ന പേഷ്യന്റിന് നല്ല രീതിയിൽ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെയുള്ള ഇപ്പൊ വിസിറ്റേഴ്സ് വരാം, അതുപോലെ പേഷ്യൻസ് വരാം, അല്ലെ? അങ്ങനെയുള്ള പല ആളുകളും വരാം ഹോസ്പിറ്റലില്. അപ്പൊ അങ്ങനെ വരുമ്പോ നല്ല രീതിയിലുള്ള ഒരു പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനും OPD ശ്രദ്ധിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ, നല്ല രീതിയിലുള്ള ഒരു പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്തു പോകാനായിട്ടും OPDയില് കഴിയുന്നുണ്ട്. 4 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, ഒബ്ജക്റ്റീവ്സിൽ എന്താണ്? നല്ല രീതിയിൽ ഗുണനിലവാരമുള്ള കെയർ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പഴയകാല രീതികൾ മാറ്റി പുതിയ കാലത്ത് ഇപ്പൊ രോഗങ്ങളെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, എന്ത് രോഗമാണ് അല്ലെങ്കിൽ രോഗം നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും മോഡേൺ ടെക്നിക്സുകള് OPDയില് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നല്ല രീതിയിലുള്ള ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ എന്താണ് അവിടെ നടക്കുന്നത്? നല്ല രീതിയിലുള്ള ഒരു പബ്ലിക് റിലേഷൻ, അല്ലെ? ഗുഡ് പബ്ലിക് റിലേഷൻ കീപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ OPD കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? 4 പോയിന്റ്സും വായിച്ചു നോക്കിയേ. ട്രീറ്റ്മെന്റ്, ഇന്റർവെൻഷൻ, റീഹാബിലിറ്റേഷൻ, അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്. വായിച്ചു നോക്കാം, ഡൗട്ട് ഉള്ളവര് ചോദിക്കാം. ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് ആണ് എന്ത്? ദ സ്കോപ്പ് ഓഫ് OPD ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ്. നേരത്തെ ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ പഠിച്ചത്. ഓരോ ഹെഡിങ്ങും മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. ഒബ്ജക്റ്റീവ്സിൽ ഏതൊക്കെ പോയിന്റ്സ് വരും, അതുപോലെ സ്കോപ്പിൽ ഏതൊക്കെ പോയിന്റ്സ് വരും, ലൊക്കേഷനിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, അതൊക്കെ ഒന്ന് നോക്കി വെച്ച് പഠിക്കാം.
ഓക്കെ, അപ്പൊ ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്കോപ്പ് ആണ്. അതിലും 4 പോയിന്റ്സ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് പോയിന്റ് നോക്കി, കൺസൾട്ടേഷൻ, ഇൻവെസ്റ്റിഗേഷൻ, പ്രൊസീജിയർ, സ്പെഷ്യാലിറ്റി സർവീസസ്. അപ്പൊ OPD പ്രൊവൈഡ് ചെയ്യുന്നത് നല്ല രീതിയിലുള്ള ഒരു കൺസൾട്ടേഷൻ, അതുപോലെ ഇൻവെസ്റ്റിഗേഷൻസ് അല്ലെ. നമ്മൾ പറഞ്ഞു ഇൻവെസ്റ്റിഗേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് മിസ് പറഞ്ഞത്? മനസ്സിലേക്ക് എന്താണ് ഓടി വരേണ്ടത്? ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോ ടെസ്റ്റുകൾ അല്ലേ, ലാബ് ടെസ്റ്റുകൾ നമ്മൾ ചെയ്യാറുണ്ട്. എന്തൊക്കെയാണ്? യൂറിൻ, ബ്ലഡ് അല്ലെ. ഓക്കെ, രോഗനിർണയം, രോഗങ്ങളെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ സ്കാനുകൾ കേട്ടോ. ഓക്കെ, അപ്പൊ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പല നടപടിക്രമങ്ങളിലൂടെയാണ് അല്ലെ, പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാല് നടപടിക്രമങ്ങൾ. അപ്പൊ ഓരോ കാര്യങ്ങളും അവർ ചെയ്യുന്നത്, ഇപ്പൊ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതായാലും മെഡിക്കൽ കെയർ കൊടുക്കുന്നതായാലും ഓരോ നടപടിക്രമത്തിലൂടെയാണ് ചെയ്യുന്നത്. നല്ല രീതിയിലുള്ളൊരു നടപടിക്രമങ്ങൾ അവരെ ഫോളോ ചെയ്യുന്നുണ്ട്. അതുപോലെ സ്പെഷ്യാലിറ്റി സർവീസസ് അല്ലെ, രോഗനിർണയം, റയർ കേസുള്ള രോഗനിർണയങ്ങളൊക്കെ രോഗങ്ങളെ കണ്ടെത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഫസ്റ്റ് വൺ പറയുന്നത്. കൺസൾട്ടേഷൻ, ഇൻവെസ്റ്റിഗേഷൻ, പ്രൊസീജിയർ, സ്പെഷ്യാലിറ്റി സർവീസസ്. 4 പോയിന്റ് ക്ലിയർ ആണോ? ഇനി എന്താണ് സെക്കൻഡ് പോയിന്റ് നോക്കി, പ്രിവെന്റീവ് ആൻഡ് പ്രൊമോട്ടീവ്. പ്രിവെന്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? തടയുക അല്ലെ, പ്രതിരോധിക്കുക. അതുപോലെ പ്രൊമോട്ടീവ്, പ്രോത്സാഹിപ്പിക്കുക. പ്രൊമോട്ടീവ് ഹെൽത്ത് കെയർ, പ്രതിരോധിക്കുകയും അതുപോലെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഹെൽത്ത് കെയർ. എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് നോക്കി, ക്ലിനിക് വിച്ച് ഇൻക്ലൂഡ്സ് ഡയബറ്റിക്സ് ആൻഡ് ആന്റിനേറ്റൽ. ഡയബറ്റിക്സ് അറിയാം അല്ലെ, പ്രമേഹ രോഗികൾക്ക് പല സ്പെഷ്യാലിറ്റി സർവീസുകൾ, രോഗം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, അങ്ങനെയുള്ള ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൺട്രോൾ ചെയ്യാനായിട്ട്, ഫുഡ് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പല സർവീസുകളും ഇവിടെ എക്സാമ്പിൾ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഡയബറ്റിക്സ് പേഷ്യൻസിന് അങ്ങനെയുള്ള പല സർവീസുകൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ആന്റിനേറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗർഭിണിയുടെ ഗർഭകാലം. ഓക്കെ, അപ്പൊ അവരെ സംബന്ധിച്ച കാര്യങ്ങൾ അല്ലെ, അവർക്ക് രോഗങ്ങൾ വരാതിരിക്കാനായിട്ടുള്ള കാര്യങ്ങള്, രോഗങ്ങൾ പടർന്നു പിടിക്കാതിരിക്കാനായിട്ടുള്ള കാര്യങ്ങള്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഹെൽത്ത് മുമ്പോട്ട് പോകാനായിട്ട് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കാറുണ്ട് അല്ലെ. ഗർഭകാലം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അമ്മയ്ക്ക് അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ കിടക്കുന്ന കുട്ടിക്കും അത് ബാധിച്ചേക്കാം അല്ലെ. അതുകൊണ്ട് തന്നെ അവരുടെയും സുരക്ഷ, ശിശുക്കളുടെയും അതുപോലെ തന്നെ അമ്മയുടെയും ആരോഗ്യത്തെ കുറിച്ച്, ആരോഗ്യം സംരക്ഷിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങള് അവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെന്താണ് നമ്മൾ പറഞ്ഞു? റീഹാബിലിറ്റേഷൻ സർവീസസ് അല്ലെ, പുനരധിവാസം, ഫിസിയോതെറാപ്പി, അതുപോലെ ഓക്യുപേഷണൽ തെറാപ്പി ഒക്കെയാണ് ഈ റീഹാബിലിറ്റേഷൻ സർവീസസിന് എക്സാമ്പിള്. ഓക്യുപേഷണൽ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ദൈനംദിന വർക്കുകളില് ഒരു ദിവസം ചെയ്യുന്ന വർക്കില് അവരുടെ സ്കില്ല് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള തെറാപ്പിയാണ് ഓക്യുപേഷണൽ തെറാപ്പി. അതുപോലെ ഫിസിയോതെറാപ്പി അറിയാലോ. അങ്ങനെയുള്ള കാര്യങ്ങളാണ് റീഹാബിലിറ്റേഷൻ സർവീസിൽ വരുന്നത്. പിന്നെന്താണ്? ഹെൽത്ത് എഡ്യൂക്കേഷൻ. നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ കൊറോണ ഒക്കെ വന്നപ്പോ ഹെൽത്ത് എഡ്യൂക്കേഷൻ OPD അല്ലെ, ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ വാൾപേപ്പർ ആയിട്ട് അല്ലെങ്കിൽ പോസ്റ്റർ ഒട്ടിച്ച് വയ്ക്കാറുണ്ട്. അതുപോലെ ഡോക്ടറുടെ അടുത്ത് വരുന്ന രോഗികൾക്ക് കുറെ കാര്യങ്ങൾ ഡോക്ടർ ആയാലും പറഞ്ഞു കൊടുക്കാറുണ്ട് അല്ലെ. അവർക്ക് അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ സംഭവിക്കാം, അതുപോലെ തന്നെ ഏതൊക്കെ ഫുഡാണ് നമ്മള് ഡയറ്റ് പ്ലാൻ, അതുപോലെ ഏതൊക്കെ ഫുഡ് കഴിക്കേണ്ടാത്തത്, അങ്ങനെയുള്ള കാര്യങ്ങള് കുറെ കാര്യങ്ങള് ഡോക്ടേഴ്സ് ആയാലും അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ നിന്നും ഹെൽത്ത് എഡ്യൂക്കേഷൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, 4 കാര്യങ്ങളാണ് നമ്മൾ സ്കോപ്പിൽ പഠിച്ചത്. ഫസ്റ്റ് വൺ എന്തായിരുന്നു? കൺസൾട്ടേഷൻ, ഇൻവെസ്റ്റിഗേഷൻ, പ്രൊസീജിയേഴ്സ്, സ്പെഷ്യാലിറ്റി സർവീസസ്. അതുപോലെ ഹെൽത്ത് കെയർ പ്രമോട്ട് ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയും അത് രോഗങ്ങൾ പടർന്നു പിടിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിനുള്ള നടപടിക്രമങ്ങൾ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രധാനമായിട്ടുള്ള രോഗങ്ങളൊക്കെ തടയാനായിട്ട്
കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഒക്കെ നമ്മൾ പഠിച്ചില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. ഹെൽത്ത് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ഡയബറ്റിക്സ് പേഷ്യന്റിന്റെ എക്സാമ്പിൾ പറയുന്നുണ്ട്. അതുപോലെ ആന്റിനേറ്റൽ ഗർഭകാലം ഗർഭിണികളുടെ അവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളുണ്ട് ഹോസ്പിറ്റലിൽ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താണ് റീഹാബിലിറ്റേഷൻ സർവീസ് എന്ന് പറഞ്ഞാൽ പുനരധിവാസം. അതുപോലെ തന്നെ ഹെൽത്ത് എഡ്യൂക്കേഷനും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, OPD പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വായിച്ചു നോക്കി. ഒക്യുപേഷണൽ തെറാപ്പി എന്ന് പറഞ്ഞാല് ദൈനംദിന ജീവിതത്തില് ഒരു വ്യക്തി ജോലി ചെയ്യുമ്പോൾ അവരുടെ ആ ജോലിയിലുള്ള സ്കില്ലുകള് വർദ്ധിപ്പിക്കാനായിട്ടുള്ള തെറാപ്പി. സ്കില്ലുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിവുകൾ കേട്ടോ. കഴിവുകൾ വർദ്ധിപ്പിക്കാനായിട്ടും ഇത് വീണ്ടെടുക്കാനായിട്ടുള്ള തെറാപ്പിനെയാണ് നമ്മൾ ഒക്യുപേഷണൽ തെറാപ്പി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? സ്കോപ്പ് ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് ആണ് എന്ത്? ലൊക്കേഷൻ ഓഫ് OPD. എങ്ങനെയാണ് OPD ലൊക്കേഷൻ വരുന്നത്? ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോഴും നമുക്ക് ലൊക്കേഷൻ ഉണ്ടായില്ലേ? ഇപ്പോ ആക്സിഡന്റ് ആൻഡ് എമർജൻസി വിളിച്ചിട്ട് എന്താണ് അത് ലൊക്കേഷൻ ഉണ്ടായില്ലേ? അതുപോലെ തന്നെ ഔട്ട്പേഷ്യൻ ഡിപ്പാർട്ട്മെന്റിൽ എന്തുണ്ട്? ലൊക്കേഷൻ പഠിക്കാനുണ്ട്. നോക്കിക്കോളൂ. ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഓൺ ഗ്രൗണ്ട് ഫ്ലോർ അല്ലെ? OPD അല്ലെങ്കിൽ ഔട്ട്പേഷ്യൻ ഡിപ്പാർട്ട്മെന്റ് വരുന്നത് എവിടെയാണ്? ഹോസ്പിറ്റലിന്റെ ഏറ്റവും മുകളിലാണോ അല്ലെങ്കിൽ മിഡിലായിട്ടാണോ വരുന്നത്? ഏറ്റവും താഴെയായിട്ടാണ് അല്ലെ? ഗ്രൗണ്ട് ഫ്ലോറിലാണ് വരുന്നത്. ഓക്കെ. പിന്നെന്താണ് പറയുന്നത്? ഷുഡ് ഷെയർ വിത്ത് IPD. IPD എന്താ? നെക്സ്റ്റ് ചാപ്റ്റർ പഠിക്കാൻ പോകുന്നത് IPD ആണല്ലോ, ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, IPD ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഷുഡ് ഷെയർ വിത്ത് IPD ഡയഗ്നോസ്റ്റിക് ആൻഡ് തെറാപ്യൂട്ടിക് ഫെസിലിറ്റീസ്. അപ്പൊ എന്താണ്? OPDയും IPDയും കണക്ട് ചെയ്യുന്ന രീതിയിലാണ് ഉണ്ടാകുന്നത് അല്ലെ? ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റും എങ്ങനെയാണ് കണക്ട് ചെയ്യുന്ന രീതിയിലാണ് അവിടെ സ്ഥിരീകരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ എന്താണ്? എക്സ്റേ, ഡയഗ്നോസ്റ്റിക് തെറാപ്യൂട്ടിക് ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് എന്താണ്? എക്സ്റേ അല്ലെ? രോഗനിർണയിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലാബുകൾ, ലാബ് ടെസ്റ്റുകൾ ഉണ്ടാവും, എക്സ്റേസ് ഉണ്ടാവും. അങ്ങനെയുള്ള പല സൗകര്യങ്ങളും എവിടെ ഉണ്ടാകും എന്നാണ് പറയുന്നത്? OPD ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാകും. പിന്നെ എന്താണ്? യൂണി ഡയറക്ഷണൽ ഫ്ലോ. യൂണി ഡയറക്ഷണൽ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഒരു ക്രമം അല്ലെ? ഒരു സിംഗിൾ ഫ്ലോയിലാണ്, ഒരേ ദിശയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ? നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് പ്രോസസ്സിംഗ് എങ്ങനെയാണ്? പേഷ്യന്റ് ഹോസ്പിറ്റലിലോട്ട് എൻ്റർ ചെയ്യുന്നു, OP ചീട്ട് എടുക്കുന്നു, ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നു, മരുന്ന് വാങ്ങുന്നു, വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. ഇതല്ലേ സംഭവിക്കുന്നത്? അപ്പൊ എന്താണ്? ഒരേ ക്രമത്തിലാണല്ലേ പോകുന്നത്? ആണോ? അങ്ങനെയല്ലേ അതിന്റെ പ്രോസസ്സ് പോകുന്നത്? ഒരേ ദിശയിലാണല്ലേ? ഒരു ക്രമം ഉണ്ടതിന്. ഓക്കെ, അതാണ് യൂണി ഡയറക്ഷണൽ ഫ്ലോ എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? സ്കോപ്പ് ഓഫ് എക്സ്പാൻഷൻ അല്ലെ? എന്താണ്? വളരെയധികം വിസ്തൃതിയുണ്ട് അല്ലെ? OPD ഡിപ്പാർട്ട്മെന്റിന് ധാരാളം പ്ലേസുകൾ ഉണ്ട്, കുറേയധികം ഫെസിലിറ്റീസും ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, 4 കാര്യങ്ങളാണ് നമ്മൾ ലൊക്കേഷനിൽ പറഞ്ഞത്. ഗ്രൗണ്ട് ഫ്ലോറിലാണ്, അതുപോലെ NPDയും IPDയും കണക്ട് ചെയ്യുന്ന രീതിയിലാണ് അവിടെ ഉള്ളത്.
അതുപോലെ തന്നെ പലതരത്തിലുള്ള ഡയഗ്നോസ്റ്റിക് രോഗനിർണയവുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും അവിടെ ഫെസിലിറ്റീസ് സൗകര്യങ്ങളുണ്ട്. എക്സ്റേ, സ്കാനിങ്, ടെസ്റ്റുകൾ, അങ്ങനെയുള്ള പല സൗകര്യങ്ങളും രോഗികൾക്ക് അവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താണ്, ഒരു ക്രമം ഉണ്ടല്ലോ, ഒരേ ദിശയിൽ ഒരു സിംഗിൾ ഫ്ലോയിലാണ് അതിന്റെ ക്രമം പോകുന്നത്. അതുപോലെ തന്നെ അവിടെ നല്ല രീതിയിൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വിസ്തൃതി, വികസനം. അപ്പോ കുറെ ഫെസിലിറ്റീസ് ഉള്ളത് കൊണ്ട് തന്നെ എന്താണ്, വളരെയധികം വിസ്തൃതിയാർന്ന കുറേയധികം പ്ലേസുകളും അവിടെ അവൈലബിൾ ആണ്. നല്ല സൗകര്യങ്ങളും കുറേയധികം ഫെസിലിറ്റീസുകളും OPD ഡിപ്പാർട്ട്മെന്റിൽ അവൈലബിൾ ആണ്. ക്ലിയർ ആണോ 4 പോയിന്റ്? ഓക്കെ. ഇനി നോക്കിയേ, ഏരിയാസ് ഓഫ് OPD. പല ഏരിയാസും ഉണ്ട്. ഏതൊക്കെയാണ്? 3 ഏരിയാസ് ആണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഓരോരുത്തരൊന്ന് വായിക്കാൻ പറ്റുമോ? പേഷ്യന്റ് ഏരിയ ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ ഉണ്ട്, ക്ലിനിക്കൽ ഏരിയ ഉണ്ട്. ആര് വായിക്കും പേഷ്യന്റ് ഏരിയ? ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. പേഷ്യന്റ് ഏരിയയിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്, അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്, ക്ലിനിക്കൽ ഏരിയയിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്. ഓക്കെ, ആരാ വായിക്കാം? ഫസ്റ്റ് പേഷ്യന്റ് ഏരിയ ആര് വായിക്കും? ശരണ്യ. ഹലോ കേൾക്കാണ്ടോ? കേൾക്കാം. എൻട്രൻസ് പേഷ്യന്റ് ഏരിയ, എൻട്രൻസ് ഉണ്ടായിരിക്കും, റിസപ്ഷൻ, രജിസ്ട്രേഷൻ, റെക്കോർഡ് റൂം ഉണ്ടാവും. വെയിറ്റിംഗ് ഏരിയ ഉണ്ടായിരിക്കും. വെയിറ്റിംഗ് ഏരിയ ആണ് അത്. ക്ലിയർ ആണോ? നിങ്ങളുടെ PDF ടെക്സ്റ്റ് ബുക്കിൽ ക്ലിയർ ആണോ? അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. സ്ക്രീനില് മിസ്റ്റേക്ക് ഉണ്ട്, അതുകൊണ്ടാണ് മിസ് പറഞ്ഞത് കേട്ടോ. ഓക്കെ, വെയിറ്റിംഗ് ഏരിയ. പിന്നെ സ്നേക്ക് ബാർ, മിസ് അത് മനസ്സിലായില്ല. സ്നാക്ക് ബാർ, സ്നാക്സുകൾ കിട്ടാറില്ലേ, ക്യാൻറ്റീൻ, അങ്ങനെയുള്ള കാര്യങ്ങള്. പിന്നെന്താ? ATM മെഷീൻ. ATM മെഷീൻ. ഇതൊക്കെയാണ് പേഷ്യന്റ് ഏരിയയിൽ ഉൾപ്പെടുന്നത്. ഇനി അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ ആര് വായിക്കും? ഞാൻ വായിക്കാം മിസ്സേ. ശ്രുതി. അഡ്മിനിസ്ട്രേറ്റർ ഓഫീസർ ഉണ്ടാവും, പബ്ലിക് റിലേഷൻസ് ഓഫീസ് ഉണ്ട്, അക്കൗണ്ട്സ് ഉണ്ടാവും, ബില്ലിങ്, സെക്യൂരിറ്റി ഉണ്ടാവും, പിന്നെ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവും, സ്റ്റോർ റൂം ഉണ്ടാവും. ഇനി ക്ലിനിക്കൽ ഏരിയ ഞാൻ വായിക്കാം. ആരെങ്കിലും ഒരാള് വായിച്ചോളൂ. ക്ലിനിക്കൽ ഏരിയയില് കൺസൾട്ടേഷൻ ഏരിയ ഉണ്ടാവും, എക്സാമിനേഷൻ റൂം, ഓക്കെ, ഡ്രസ്സിംഗ് റൂം, ഫിസിയോതെറാപ്പി, ബ്ലഡ് ബാങ്ക് ഉണ്ട്, ഉണ്ടാവും, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്താണെന്ന് അറിയോ? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് സ്കാനിങ്, MRI അല്ലേ? അതെ. സ്കാനിംഗ് ഒക്കെ ചെയ്യാനായിട്ട്, CT സ്കാൻ, MRI ഒക്കെ ചെയ്യാനായിട്ട്, എക്സ്റേ അല്ലേ? ഓക്കെ, അതാണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. അതുപോലെ തന്നെ എക്സാമിനേഷൻ റൂം ഉണ്ട്. അതെന്താണ് എക്സാമിനേഷൻ റൂം? പേഷ്യന്റിനെ വിലയിരുത്താനുള്ള റൂം. പേഷ്യന്റിനെ മനസ്സിലായില്ലേ? പരിശോധിക്കാനും അവരെ അസുഖം അല്ലേ? കൺസൾട്ടേഷൻ തന്നെ ഒരു റൂം ഉണ്ടാവില്ലേ? 1 മിനിറ്റ് മ്യൂട്ട് ആകട്ടെ കേട്ടോ, അല്ലെങ്കിൽ ക്ലിയർ ആവില്ല. ഓക്കെ, നമ്മൾ ചിലപ്പോ OPD അല്ലെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ എല്ലാ ഹോസ്പിറ്റലും ഉണ്ടാവും, എന്താണ് കണ്ടിട്ടുണ്ടാവും, ഈ ഡോക്ടർ കൺസൾട്ടേഷൻ റൂം അറിയില്ലേ? ഡോക്ടറുടെ റൂം, അതിനോട് അടുത്ത് തന്നെ ഒരു റൂം ഉണ്ടാവും. ചിലപ്പോ എല്ലാം കർട്ടനൊക്കെ വെച്ചിട്ട് ഇങ്ങനെ മറച്ചിട്ടുണ്ടാവും. അതാണ് എക്സാമിനേഷൻ റൂം. രോഗികളെ പരിശോധിക്കുന്നത്. ഇപ്പൊ വയറുവേദനയൊക്കെ ആയിട്ട് പോകുമ്പോ നമ്മളെ കിടത്തി നോക്കാനായിട്ട്, വയറൊന്ന് പരിശോധിക്കാനായിട്ട് നമ്മളവിടെ കിടത്തിയാണ് അവർ നോക്കുന്നത് അല്ലെ, പരിശോധിക്കുന്നത്. പ്രഗ്നൻസി ആവുമ്പോ എന്താണ്, ആ ഡോക്ടറുടെ അടുത്ത് തന്നെ വേറൊരു റൂം ഉണ്ടാവില്ലേ, നമ്മളെ കിടത്തി ഒന്ന് നോക്കാനായിട്ട്, എന്തൊക്കെയാണ് വല്ല ബുദ്ധിമുട്ടുകൾ ഉണ്ടോ അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാണ് എക്സാമിനേഷൻ റൂം എന്ന് പറയുന്നത്.
ഓക്കെ, ക്ലിയർ അല്ലേ? ഞാൻ ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? എക്സാമിനേഷൻ റൂം ഡോക്ടറുടെ കൺസൾട്ടേഷൻ റൂമിനോട് തൊട്ടടുത്ത് തന്നെ ഒരു റൂം ഉണ്ടാവും. ഓക്കെ ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പേഷ്യന്റ് ഏരിയയില്, അഡ്മിനിസ്ട്രേഷൻ ഏരിയയില്, ക്ലിനിക്കൽ ഏരിയയിൽ വരുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം എന്തൊക്കെയാണ് വരുന്നത്. അത്ര അധികം ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ, എന്നാലും ഒന്ന് നോക്കി വെക്കുക. ക്വസ്റ്റ്യൻ ഏതൊക്കെയാണ് വരുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. ഓക്കെ, 3 ഏരിയ ആണ് ഒ പി ഡിയിൽ ഉള്ളത്. പേഷ്യന്റ് ഏരിയ ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ ഉണ്ട്, ക്ലിനിക്കൽ ഏരിയ ഉണ്ട്. അത് ഓർത്ത് വെക്കാം. എഴുതിയെടുക്കണോ ആർക്കെങ്കിലും? നെക്സ്റ്റ് പോർഷൻ പറയട്ടെ മിസ്, എഴുതിയെടുക്കുന്നുണ്ടോ ആരെങ്കിലും? ഇല്ല. ഓക്കെ ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞത് എന്താണ്? ഫ്ലോ പാറ്റേൺ ഓഫ് ക്ലൈംസ് ഇൻ ഒ പി ഡി. നമ്മൾ പറഞ്ഞു അല്ലെ, എന്താണ് ഒ പി ഡിയിൽ നടക്കുന്ന പ്രോസസ്സ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്, നിർബന്ധമായും വരച്ച് എഴുതി വെച്ച് പഠിക്കണം. ഓക്കെ, ഓരോ കാര്യങ്ങളും ചിലപ്പോ എൻക്വയറി തരും, ചിലപ്പോ രജിസ്ട്രേഷൻ തന്നിട്ടുണ്ടാവില്ല. അപ്പൊ ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ആക്കാനൊക്കെ വരാം. അപ്പൊ ഏതൊക്കെയാണ്, ഏത് കഴിഞ്ഞാൽ ഏതാണ് എന്നുള്ളത് മനസ്സിലാക്കി പഠിക്കാം. ഇമ്പോർട്ടന്റ് ആണ്. ഫ്ലോ പാറ്റേൺ ആണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ആദ്യം എൻക്വയറി അല്ലേ, എൻക്വയറിക്ക് വേണ്ടി വരുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ പേരും കാര്യങ്ങളും രജിസ്ട്രേഷൻ ചെയ്യുന്നുണ്ട് അല്ലെ. എന്നിട്ട് നമ്മളോട് അവർ പറയും അവിടെ വെയിറ്റ് ചെയ്യൂ എന്ന് പറയും അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യാറുണ്ട്, ഇപ്പോ ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ ടോക്കൺ തരും. ടോക്കൺ നോക്കിയിട്ടാണ് നമ്മളെ ഡോക്ടർ റൂമിലേക്ക് കയറ്റുന്നത് അല്ലെ, ആണോ? ഓക്കെ, അപ്പൊ നമ്മളോട് വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കാൻ പറയും. അതിനുശേഷം നമ്മളവിടെ ഇരുന്നു. അതിനുശേഷം കൺസൾട്ടേഷൻ റൂമില് നമ്പർ അനുസരിച്ചിട്ട് നമ്മൾ ഡോക്ടറെ കാണുന്നു, പ്രിസ്ക്രിപ്ഷൻ എഴുതുന്നു. ഡോക്ടർ ചിലപ്പോ വല്ല ടെസ്റ്റുകള്, ഇൻവെസ്റ്റിഗേഷൻ ഫെസിലിറ്റീസ് എന്തായിരിക്കും അത് അല്ലെ. ഡോക്ടർ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ രോഗങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ സിംറ്റംസ് എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ ഡോക്ടർ പറയും നിങ്ങളൊന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് വരൂ എന്ന് പറയുമ്പോൾ എന്താണ്, ഇൻവെസ്റ്റിഗേഷൻ ഫെസിലിറ്റീസ് ആണല്ലേ അത്. നമ്മൾ എന്ത് ചെയ്യുന്നു, ലാബിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്ത് വീണ്ടും ഡോക്ടർ അടുത്ത് വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, റിസൾട്ട് കാണിച്ച് മരുന്ന് വാങ്ങിച്ച് ഫാർമസിയിലോട്ട് പോയി ആ മരുന്ന് കളക്ട് ചെയ്ത് എക്സിറ്റ് ആയി പോകും. ക്ലിയർ ആയോ? അത് ഫ്ലോ പാറ്റേൺ ആണോ? ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്ത് വെച്ച് പഠിക്കണം. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്യുപ്മെന്റ്സ്. ഒപിഡിയിൽ ഉപയോഗിക്കുന്ന ഡിഫറെന്റ് എക്യുപ്മെന്റ്സ് ഉണ്ട്. ഡയഗ്നോസ്റ്റിക് ഏരിയയിൽ ഏതൊക്കെ എക്യുപ്മെന്റ്സ് ഉപയോഗിക്കുന്നുണ്ട്, തെറാപ്യൂട്ടിക്കില് ഏതൊക്കെ എക്യുപ്മെന്റ്സ് ആണ്, മോണിറ്ററിങ്ങിന് വേണ്ടിയിട്ട് ഏതൊക്കെ എക്യുപ്മെന്റ്സ് ആണ് ഉപയോഗിക്കുന്നത്, ഇൻസ്ട്രുമെന്റ്സ് ആയിട്ട് നമ്മൾ ഏതൊക്കെയാണ് എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഡയഗ്നോസ്റ്റിക് അല്ലെ, രോഗനിർണയവുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ് ഫസ്റ്റ് പോയിന്റ് വരുന്നത്, ബി പി അപ്പാരറ്റസ്. എന്തായിരിക്കും ബി പി അപ്പാരറ്റസ്? പ്രഷർ ചെക്ക് ചെയ്യുന്നത് അല്ലെ, ബി പി നോക്കുന്നത്. ഓക്കെ, അറിയാത്തവര് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കണം കേട്ടോ. ബി പി അപ്പാരറ്റസ്, പ്രഷർ, ബി പി നോക്കുന്നത്. എൻഡോസ്കോപ്പി അറിയാലോ അല്ലെ, എൻഡോസ്കോപ്പി ചെയ്തവരുണ്ടോ നമ്മുടെ ക്ലാസ്സില്? യെസ്, നിമ്മിക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒന്ന് ഞങ്ങളോട് ഷെയർ ചെയ്യാമോ എങ്ങനെയാണെന്ന്? അറിയാത്തവർക്ക് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അറിയാനായിട്ടാണ് കേട്ടോ. ഷെയർ ചെയ്യാൻ പറ്റുമോ നിമ്മി? ഇതിനു വേണ്ടിയിട്ടാണ് എൻഡോസ്കോപ്പി ചെയ്തത് നിമ്മി? തുടർച്ചയായിട്ട് ആയുർവേദം ഒന്ന് അൺമ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. സോറി, മ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ, നിമ്മി സ്റ്റാർട്ട് ചെയ്തോളൂ, പറഞ്ഞോളൂ. തുടർച്ചയായിട്ട് വയറുവേദന ഉണ്ടായിരുന്നു, അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് എൻഡോസ്കോപ്പി ചെയ്തത്. ഓക്കെ, എങ്ങനെയായിരുന്നു ചെയ്തത്?
അത് എന്താ ഈ വായിലൂടെ അല്ലെ കുഴലിറക്കിയിട്ടല്ലേ? ഇറക്കി കഴിഞ്ഞിട്ട് അപ്പൊ നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും എന്താ അവര് ചെയ്യണേന്നുള്ളത് നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഇപ്പൊ നമ്മുടെ ഈ ഡോക്ടർ പറഞ്ഞ സ്ക്രീനിലോട്ട് നോക്കി എന്താന്നുള്ളത് നോക്കിക്കോ കണ്ടോന്ന് പറഞ്ഞോണ്ട് പറഞ്ഞു. അപ്പൊ നമ്മുടെ അപ്പോ അതിനകത്തുള്ള രോഗങ്ങൾ എന്താ അതിന്റെ പ്രശ്നം എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് വായിലൂടെ ചെറിയൊരു ക്യാമറ കുഴലിന്റെ തുമ്പത്തൊരു ക്യാമറ ഉണ്ടാവും. അത് ഇറക്കിയിട്ട് വയറിന്റെ ഉള്ളിലെ കണ്ടീഷൻ എന്താണെന്നുള്ളത് അവർക്ക് നോക്കാനായിട്ടാണ്. എന്തായിരുന്നു എന്നിട്ട് വയറുവേദന വന്നത്? എന്തായിരുന്നു കാരണം? വേറെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഗ്യാസിന്റെ ആണെന്നാണ് അതെയോ പറഞ്ഞത്. വേറെ പ്രശ്നമൊന്നുമില്ല. ഭക്ഷണം കറക്റ്റ് ആയിട്ട് കഴിക്കേണ്ടായിരുന്നില്ല. ഞാൻ ഹോസ്റ്റലിൽ ഇതായിരുന്നു. ഞാൻ BSc നേഴ്സിംഗിന് എനിക്ക് കിട്ടിയിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് ബേബി മെമ്മോറിയൽ കോളേജിലായിരുന്നു. അപ്പൊ കറക്റ്റ് ആയിട്ട് ഭക്ഷണം കഴിക്കില്ലായിരുന്നു. അപ്പൊ അതിന്റെ പ്രോബ്ലം കൊണ്ട് ഇല്ല. ഫസ്റ്റ് പ്രാക്ടിക്കൽ തുടങ്ങി കഴിഞ്ഞപ്പോ പോകണമെങ്കിൽ പ്രാക്ടിക്കൽ പറ്റണില്ല. എൻട്രൻസ് എഴുതി കിട്ടിയതായിരുന്നു. അപ്പൊ വീട്ടിൽ നിന്ന് സമ്മതിക്കാനുള്ള പോകാതിരിക്കാനായിട്ട്. അപ്പൊ അങ്ങനെ പോയി. പിന്നെ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്തു. പ്രാക്ടിക്കൽ വന്നപ്പോഴേക്കും എനിക്കത് പിടിച്ചു നിൽക്കാൻ പറ്റണില്ല. അങ്ങനെ പോരേണ്ടി വന്നു. ഇല്ല, ഞങ്ങക്ക് അന്ന് ഫസ്റ്റ് ഇയർ തൊട്ട് ഞാൻ 2007 പോയത്. പ്ലസ് ടു കഴിഞ്ഞ ഉടനെ തന്നെ 2007 നവംബറിലാണ് പോയത്. പ്ലസ് ടു കഴിഞ്ഞ ഉടനെ ഞങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ പ്രാക്ടിക്കൽ ഉണ്ടായിരുന്നു. മനസ്സിലായില്ല എല്ലാവർക്കും? എൻഡോസ്കോപ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ വായിലൂടെ വയറിൽ എന്തെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ വയറുവേദന അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വന്നിട്ടുണ്ടെങ്കിൽ എൻഡോസ്കോപ്പിയിലൂടെയാണ്, എൻഡോസ്കോപ്പി വഴിയാണ് ആ രോഗം എന്താണെന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പൊ വായിലൂടെ നമ്മുടെ അതിന്റെ തുമ്പത്ത് ഒരു ക്യാമറ പോലെ ഒരു ഇതുണ്ടാവും. അപ്പൊ അത് നമ്മുടെ കുഴല് ഇറക്കിയിട്ട് വയറിലൂടെ നല്ല വേദനയും ചിലപ്പോൾ പൊട്ടാലേ പൊട്ടും നമ്മുടെ ഇവിടെയൊക്കെ. അപ്പൊ നല്ല വേദനയൊക്കെ ആയിരിക്കും. എന്നാലും നമ്മുടെ വയറിനുള്ളിലെ എന്തെങ്കിലും അസുഖം എന്താണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻഡോസ്കോപ്പി ചെയ്യുന്നത്. ക്ലിയർ ആയില്ലേ എൻഡോസ്കോപ്പി? ഇനി എന്താണ് പോർട്ടബിൾ എക്സ്റേ? എന്തായിരിക്കാം പോർട്ടബിൾ എക്സ്റേ? നല്ല വേദന എടുക്കും, ശരിയാണ്. കുഴലടക്കുമ്പോ അടക്ക പൊട്ടും നമ്മുടെ തൊണ്ടയും കാര്യങ്ങളൊക്കെ. പോർട്ടബിൾ എന്താ? പോർട്ടബിൾ എന്തായിരിക്കും? പോർട്ടബിൾ എന്ന് പറഞ്ഞാല് വെരി ഗുഡ്, മൂവബിൾ അല്ലേ? മൂവ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോ എക്സ്റേ എടുക്കാനായിട്ട് നമുക്ക് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലോട്ട് പോകേണ്ടി വരും അല്ലെ? എക്സ്റേ ആയാലും സ്കാനൊക്കെ ആയാലും എന്താണ് ആ ഡിപ്പാർട്ട്മെന്റിലോട്ട് പോയിട്ടാണ് നമ്മൾ എടുക്കാറ്. പക്ഷെ ഇവിടെ എങ്ങനെയായിരിക്കും? ഇപ്പൊ ഒരു പേഷ്യന്റിനെ അനക്കാൻ പറ്റാതെ അല്ലെങ്കിൽ വെന്റിലേറ്ററിലൊക്കെ ആണെങ്കിൽ അവര് നമ്മുടെ അടുത്ത് വന്ന് എക്സ്റേ എടുത്തുകൊണ്ട് പോകും. അതാണ് നമുക്ക് ആ ഡിപ്പാർട്ട്മെന്റിലോട്ട് പോകേണ്ട ആവശ്യമില്ല. അതാണ് മൂവബിൾ എക്സ്റേ എന്ന് പറയുന്നത്. നമ്മുടെ അടുത്ത് വന്ന് അവർ എക്സ്റേ എടുത്ത് അവര് പോകും. ഓക്കെ, ക്ലിയർ ആയോ? ഇതാണ് പോർട്ടബിൾ എക്സ്റേ. ഇനി പോർട്ടബിൾ USG. എന്താണ് USG എന്ന് പറഞ്ഞാല്? അൾട്രാസൗണ്ട് അല്ലെ? ഓക്കെ, USG എന്ന് പറഞ്ഞാല് എഴുതിയെടുത്തോളൂ കേട്ടോ. അൾട്രാസോണോഗ്രഫി. ആതിര കൃഷ്ണൻ കമന്റ് ചെയ്തിട്ടുണ്ട്. അറിയാത്തവര്, സ്പെല്ലിംഗ് അറിയാത്തവർ അത് നോക്കി ചെയ്താട്ടോ. അൾട്രാസോണോഗ്രഫി അൾട്രാസൗണ്ട് സ്കാനിങ് തന്നെയാണ് കേട്ടോ. ഓക്കെ, അറിയാലോ. അപ്പൊ പ്രഗ്നന്റ് ആയവർക്കൊക്കെ ചെയ്യുന്നത്, പ്രഗ്നന്റ് ആയവർക്ക് മാത്രമല്ല വേറെ ആളുകൾക്കും ചെയ്യാറുണ്ട് അത് കേട്ടോ. അപ്പൊ അൾട്രാസൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രഗ്നന്റ് ആയ അവർക്ക് എങ്ങനെ ചെയ്യുന്നത്? വയറിൽ ഒരു ജെല്ല് പരത്തിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ആ മെഷീൻ വെച്ച് നോക്കുമ്പോ സ്ക്രീനിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ കുട്ടിയുടെ പൊസിഷൻ, ഹാർട്ട് ബീറ്റ്, വെയിറ്റ് അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഇല്ലേ? ആണോ? ഓർമ്മയുണ്ടോ? പ്രഗ്നന്റ് ലേഡീസിനൊക്കെ അറിയാൻ പറ്റും, അമ്മമാർക്കൊക്കെ അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ അതാണ് അൾട്രാസൗണ്ട് സ്കാനിങ് എന്ന് പറയുന്നത് കേട്ടോ. അൾട്രാസോണോഗ്രഫി. ഓക്കെ, പിന്നെന്താണ്? എക്കോ. എക്കോ എക്കോ എന്താ? എക്കോ കാർഡിയോഗ്രാം. ഓക്കെ, അറിയാത്തവരെ നോക്കി എഴുതാം. അവിടെ കുട്ടികളെ കമന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ.
മിസ് കമന്റ് ചെയ്യാത്തത് റെക്കോർഡിംഗ് ക്ലാസ് കാണുന്നവർക്ക് അത് കാണില്ല. അതുകൊണ്ടാണ് മിസ് ടൈപ്പ് ചെയ്തിടാത്തത് കേട്ടോ. ഓക്കെ, എക്കോ കാർഡിയോഗ്രാം എന്ത് ടെസ്റ്റ് ആണിത്? എന്ത് സ്കാനിങ് ആണിത്? എക്കോ എന്ന് പറഞ്ഞാൽ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഹാർട്ട്. ഓക്കെ, ഗുഡ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഡയഗ്നോസ്റ്റിക് എക്യുപ്മെന്റ്സിൽ വരുന്നത്. ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആണ്? ഡയഗ്നോസ്റ്റിക് എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വരാം. അതുപോലെ തെറാപ്യൂട്ടിക് എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണ്, മോണിറ്ററിംഗ് എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണ്, ഓരോന്നും പഠിക്കാം. ഓരോ ബോക്സ് സെപ്പറേറ്റ് ആക്കി വെച്ച് പഠിക്കാം കേട്ടോ. നിർബന്ധമായും പഠിച്ചിരിക്കണം. ഓക്കെ, ഡയഗ്നോസ്റ്റിക് എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണ്? BP apparatus, എൻഡോസ്കോപ്പി, പോർട്ടബിൾ എക്സ്റേ, പോർട്ടബിൾ USG, എക്കോ. ഇനി നെക്സ്റ്റ് ആണ് തെറാപ്യൂട്ടിക് അല്ലെ, ചികിത്സാ സംബന്ധമായിട്ടുള്ള എക്യുപ്മെന്റ്സ്. തെറാപ്യൂട്ടിക് എക്യുപ്മെന്റ്സ്, ചികിത്സാ സംബന്ധമായ എക്യുപ്മെന്റ്സ്. നമുക്കറിയാലോ, ഫസ്റ്റ് വൺ നെബുലൈസർ. ഇതറിയാലോ, എന്താണ് നെബുലൈസർ? ആവി പിടിക്കാനൊക്കെ ഉപയോഗിക്കുന്നത് അല്ലെ. പെട്ടെന്ന് ശ്വാസതടസ്സമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആവി പിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതാണ് നെബുലൈസർ അല്ലെ. പിന്നെന്താണ് ലാറിംഗോസ്കോപ്പ്. എന്തായിരിക്കും? അതന്നെ, ശ്വസനനാളത്തിന്റെ എൻഡോസ്കോപ്പി അല്ലെ. ഓക്കെ, ഇവിടെ നമ്മുടെ തൊണ്ടയിലൊക്കെ ഇവരെ മുഴകളോ, ക്യാൻസറിനെ സംബന്ധിച്ച മുഴകളല്ല, വേറെ എന്തെങ്കിലും സംബന്ധിച്ച മുഴകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ടാണ് ലാറിംഗോസ്കോപ്പി ചെയ്യുന്നത്. ഇവിടെ എന്തെങ്കിലും തൊണ്ടനെ സംബന്ധിച്ചിട്ട് അപ്പൊ നമ്മള് മറ്റേ നിമ്മി പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ ആ കുഴലിന്റെ തുമ്പത്തൊരു ക്യാമറ ഉണ്ടാവും. അവിടെ നമ്മളെ കുഴലിറക്കിയിട്ട് തൊണ്ടയിൽ എന്തെങ്കിലും എന്താണ് അനുഭവപ്പെടുന്നത്, അല്ലെങ്കിൽ തൊണ്ടയിലെ നമ്മുടെ കണ്ടീഷൻ എങ്ങനെയാണ് നമുക്ക് സ്ക്രീനിൽ അവിടെ കാണാൻ പറ്റും നമുക്ക്. ഓക്കെ, അതാണ് ലാറിംഗോസ്കോപ്പി. എന്തെങ്കിലും മുഴകളൊക്കെ ഉണ്ടെങ്കിൽ ആ സ്ക്രീനിൽ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. ക്ലിയർ ആയോ? ഓക്കെ, ഇത് ചെയ്യുന്നത് ഒന്നല്ലെങ്കിൽ ENT ആണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗ്യാസ്ട്രോ ആയിരിക്കും ചെയ്യുന്നത് കേട്ടോ. ഗ്യാസ്ട്രോ അല്ലെങ്കിൽ ENT ആയിരിക്കും ലാറിംഗോസ്കോപ്പി ചെയ്യുന്നത്. ഇതെങ്ങനെയാ ചെയ്യുന്നത്? ഫസ്റ്റ് നമ്മുടെ വായിലേക്ക് സ്പ്രേ അടിക്കും. അപ്പൊ ഇതാണ് ഇവിടെയൊക്കെ മരവിക്കും അല്ലെ. അതിനുശേഷമാണ് കുഴലിറക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ENT ഗ്യാസ്ട്രോ ആയിരിക്കും ചെയ്യുന്നത്. ENT or ഗ്യാസ്ട്രോ. ഓക്കെ, അതുപോലെ തന്നെ ഇങ്ങനെ ഇത് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മുടെ വായിലേക്ക് സ്പ്രേ അടിക്കും. അപ്പൊ നമ്മുടെ എല്ലാ ഭാഗവും മരവിക്കും. അതിനുശേഷം ആ ഉപകരണം കടത്തിവിട്ട് സ്ക്രീനിൽ നമുക്ക് നമ്മുടെ തൊണ്ടയുടെ മുഴകളോ അല്ലെങ്കിൽ തൊണ്ടയുടെ കണ്ടീഷൻ എങ്ങനെയാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. കഴിഞ്ഞോ? എഴുതിയെടുത്തോ? ഇനി നെക്സ്റ്റ് എന്താണ്? ബ്രോഞ്ചോസ്കോപ്പ്. എന്താ? ലങ്സ് ഡിസീസസ് അല്ലെ. എന്താണ്? ന്യൂമോണിയ ഒക്കെ വരുമ്പോ അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നുണ്ട്, ബ്രോഞ്ചോസ്കോപ്പി ചെയ്യുന്നുണ്ട്. ഓക്കെ, ന്യൂമോണിയ, കഫം, ഇതൊക്കെയൊന്ന് നമ്മുടെ ലങ്സിലുള്ള കാര്യങ്ങള്, ലങ്സ് ഡിസീസസ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. കഫമൊക്കെ നിറഞ്ഞ് ബുദ്ധിമുട്ടാവും ചിലവർക്ക്. അതുപോലെ ന്യൂമോണിയ വരും. അങ്ങനെയുള്ള പേഷ്യൻസിനെയാണ് ബ്രോഞ്ചോസ്കോപ്പി ചെയ്യുന്നത് കേട്ടോ. അതാരായിരിക്കും ചെയ്യുന്നത്? ഒന്നല്ലെങ്കിൽ ഫിസിഷ്യൻ ആയിരിക്കും, അല്ലെങ്കിൽ പൾമണോളജിസ്റ്റ്. ഫിസിഷ്യൻ ഓർ പൾമണോളജിസ്റ്റ്. ഇത്രയും കാര്യങ്ങളാണ് തെറാപ്യൂട്ടിക്
equipments ആയിട്ട് വരുന്നത് കേട്ടോ. ചികിത്സാ സംബന്ധമായിട്ടുള്ള equipments, nebulizer, laryngoscope, bronchoscope. ഓക്കെ, ഇനി മോണിറ്ററിംഗ് equipments ഏതൊക്കെയാണ് അതറിയാൻ പറ്റുള്ളൂ. പൾസ് ഓക്സിമീറ്റർ എന്തായിരിക്കും? ഓക്സിജൻ ലെവൽ അല്ലേ നിരീക്ഷിക്കുന്നത്, പൾസ് അല്ലേ. ഓക്കെ, അപ്പൊ നമ്മുടെ ഫിംഗറിൽ ഇത് അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും ഇത് ചെയ്യുന്നത്, മെഷീൻ വെച്ചിട്ട് അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും നമ്മുടെ പൾസ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, പിന്നെന്താ കാർഡിയാക് മോണിറ്റർ എന്തായിരിക്കും? ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ് കാർഡിയാക് മോണിറ്റർ? ഹാർട്ടുമായിട്ട്. ഓക്കെ, ഹാർട്ടിന്റെ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യുന്നത് കേട്ടോ, ഹാർട്ടുമായിട്ട് സംബന്ധിച്ച്. പിന്നെന്താണ് ECG മെഷീൻ. ECGയുടെ ഫുൾ ഫോം എന്താ? ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ECGയുടെ ഫുൾ ഫോം എന്ന് പറയോ? കാർഡിയോഗ്രാം ആണോ? ഗ്രഫി. ഓക്കെ, ഇലക്ട്രോണിക് കാർഡിയോഗ്രഫി ട്ടോ. ഇലക്ട്രോ കാർഡിയോഗ്രഫി. പിന്നെന്താ? അപ്പൊ അത്രയും കാര്യങ്ങളാണ് മോണിറ്ററിംഗ് എക്യുപ്മെന്റ്സ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പൾസ് ഓക്സിമീറ്റർ ഉണ്ട്, കാർഡിയോ മോണിറ്റർ ഉണ്ട്, ECG മെഷീൻ ഉണ്ട് കേട്ടോ. 3 കാര്യങ്ങൾ. ഇനി അതുപോലെ തന്നെ ഇൻസ്ട്രുമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ടത് IV സെറ്റ്. IV സെറ്റ് എന്തായിരിക്കും? IV സെറ്റ് ഓക്കെ, IV കാനുല ഒന്ന് കേട്ടിട്ടുണ്ടോ? IV കാനുല നമ്മള് ഇപ്പോ ട്രിപ്പ് ഇടാനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അല്ലെ? ഇഞ്ചക്ഷൻ അല്ലെ, ട്രിപ്പ് ഇടാനൊക്കെ നമ്മള് ഒരു എന്താണ് ട്യൂബ് അല്ലെ ഉള്ളിലേക്ക് കയറ്റുന്നുണ്ട്, വെയിന്റെ ഉള്ളിലേക്ക്. ഓക്കെ, അങ്ങനെ അതാണ് IV സെറ്റ്, IV കാനുല. പിന്നെന്താണ് ട്രോഞ്ചോസ്റ്റമി? ശ്വസനനാള ശാസ്ത്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ട്രോഞ്ചോസ്റ്റമി, ട്രക്കിയോസ്റ്റമി ട്ടോ. ശ്വസനനാള ശാസ്ത്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട ഇൻസ്ട്രുമെന്റ്. ട്രക്കിയോസ്റ്റമി. ഓക്കെ, ശ്വസനനാള ശാസ്ത്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട ഓക്കെ അങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ്, ഇതിന് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്. ഇനി എന്താണ് ഇൻസ്ട്രുമെന്റ് ട്രോളി? ഇതറിയാൻ പറ്റുമല്ലോ, ഇൻസ്ട്രുമെന്റ് ട്രോളി. ഇൻസ്ട്രുമെന്റ് ട്രോളി എന്താ കണ്ടിട്ടുണ്ടാവല്ലോ നിങ്ങള്? ഇൻസ്ട്രുമെന്റ്സ് കൊണ്ടുപോകുന്നത് അല്ലെ, നമ്മൾ ഒരു വണ്ടിയിൽ ഇൻസ്ട്രുമെന്റ്സ്, മെഡിസിൻസ്, ഓരോ കാര്യങ്ങൾ വെച്ചിട്ട് ഇങ്ങനെ ട്രോളി അല്ലെ, നമ്മൾ ഇങ്ങനെ ഉന്തിക്കൊണ്ട് പോണത് കണ്ടിട്ടില്ലേ? അത് തന്നെ കേട്ടോ. ഓക്കെ, അതാണ് ഇൻസ്ട്രുമെന്റ് ട്രോളി എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ഇൻസ്ട്രുമെന്റ്സിൽ വരുന്നത് കേട്ടോ. ഓക്കെ, ഡയഗ്നോസ്റ്റിക് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, എക്യുപ്മെന്റ്സ് ഉണ്ട്, തെറാപ്യൂട്ടിക് എക്യുപ്മെന്റ്സ് ഉണ്ട്, മോണിറ്ററിംഗ് എക്യുപ്മെന്റ്സ് ഉണ്ട്, ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. ഏതൊക്കെയാണ് ഡയഗ്നോസ്റ്റിക്കിൽ ഏതൊക്കെയാണ് വരുന്നത്, തെറാപ്യൂട്ടിക്കിൽ ഏതൊക്കെയാണ് വരുന്നത്, മോണിറ്ററിംഗിൽ എന്തൊക്കെയാണ് വരുന്നത്, ഇൻസ്ട്രുമെന്റ്സിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. ക്ലിയർ ആണോ? ഒന്ന് വായിച്ചു നോക്കിയാൽ ടേബിള്. ഇതുപോലെ തന്നെ ഫ്ലോ ചാർട്ടും നിർബന്ധമായും പഠിക്കേണ്ടതാണ്. ക്വസ്റ്റ്യൻ വരും. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ, 2 പോർഷൻ ഒന്ന് വായിക്കാം കേട്ടോ.
വായിച്ചു കഴിഞ്ഞോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഫുൾ ഫോം ചോദിക്കാം കേട്ടോ. ഫുൾ ഫോമുകൾ മിസ് ഒന്നുകൂടി പറയാം. USG, അതുപോലെ എക്കോ, ECG, ഇതിന്റെയൊക്കെ ഫുൾ ഫോം ചോദിക്കാം കേട്ടോ. എന്താണ് USG എന്ന് പറഞ്ഞാൽ എന്താണ്? അൾട്രാസോണോഗ്രഫി. എഴുതാത്തവർ എഴുതിയെടുക്കുക കേട്ടോ. അതുപോലെ എക്കോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോ കാർഡിയോഗ്രാം. അതുപോലെ ECG എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോ കാർഡിയോഗ്രഫി. ഓക്കെ, ചിലതിന്റെ ഫുൾ ഫോമും ചോദിക്കാം. അതുകൊണ്ട് ഒന്ന് ഓർമ്മപ്പെടുത്തിക്കാണ് മിസ്. ഓക്കെ, അതുപോലെ തന്നെ ഡയഗ്നോസ്റ്റിക്കിൽ വരുന്നത് ഏതാണ്? ചിലപ്പോ ചോദിക്കാം, ഏതെങ്കിലും മറ്റു ഓപ്ഷനൊക്കെ തന്നിട്ട് ചോദിക്കാം, ഐഡന്റിഫൈ ദ ഡയഗ്നോസ്റ്റിക് എക്യുപ്മെന്റ്സ്. ഓക്കെ, ചിലപ്പോ ഇതിനകത്ത് ഒരെണ്ണം ക്വസ്റ്റ്യൻ വരാം, ഓപ്ഷനിൽ ഉണ്ടാവാം. മറ്റു 3 എണ്ണം എന്താണ്? ചിലപ്പോൾ തെറാപ്യൂട്ടിക്കൽ ഇരിക്കാൻ കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെയും വരാം. അതൊക്കെ നിങ്ങൾ വെച്ച് പഠിക്കാം. അതുപോലെ ഫുൾ ഫോം, ഓരോന്നിനെയും ഫുൾ ഫോം വെച്ച് പഠിക്കണം. ക്ലിയർ ആണോ മിസ് പറഞ്ഞത്? ഓക്കെ ആണോ? വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് നോക്കാം നമുക്ക്. വായിച്ചു കഴിഞ്ഞില്ലേ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഓക്കെ, ഇനി ഫങ്ഷൻസ് ഓഫ് OPD. ഇതൊക്കെയാണ് OPD ഫങ്ഷൻസ്. ഏർലി ഡയഗ്നോസിസ്, ക്യൂറേറ്റീവ്, പ്രിവെന്റീവ് ആൻഡ് റീഹാബിലിറ്റേറ്റീവ് കെയർ ഓൺ ആംബുലൻസറി ബേസിസ്. ഇതാണ് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലെ. എന്താണ് ആദ്യകാല ഡയഗ്നോസിസ്, രോഗം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് രോഗനിർണയം നടത്തുന്നുണ്ട്. അതുപോലെ ക്യൂറേറ്റീവ് പ്രതിരോധം, അതുപോലെ പ്രിവെന്റീവ് ആൻഡ് റീഹാബിലിറ്റേറ്റീവ് കെയർ പുനരധിവാസം അല്ലെ, ഒരാളെ നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ രോഗങ്ങൾ പടർന്നു പിടിക്കാതിരിക്കാനായിട്ടുള്ള നടപടികൾ അല്ലെ, കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഒക്കെ കൊറോണ ഒക്കെ വന്നപ്പോ അത് ആളുകളിലേക്ക് പടർന്നു പിടിക്കാതിരിക്കാനായിട്ടുള്ള നടപടികളും എവിടെ എടുക്കുന്നുണ്ട്? OPD എടുക്കുന്നുണ്ട്. ഇത്രയും പഠിച്ചാൽ മതി കേട്ടോ. ഫസ്റ്റ് പോയിന്റ് അതാ പറയുന്നത്. ഡയഗ്നോസിസ്, രോഗനിർണയം അല്ലെ, ഏതൊക്കെയാണ് രോഗങ്ങള്, ലക്ഷണങ്ങൾ നോക്കിയിട്ട് അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് അതുപോലെ പല ടെസ്റ്റുകളിലൂടെ രോഗനിർണയം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ പല രോഗങ്ങളും പടർന്നു പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ അവിടെ എടുക്കുന്നുണ്ട്. റീഹാബിലിറ്റേറ്റീവ് കെയർ കൊടുക്കുന്നുണ്ട്. രോഗിയെ നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള കെയറിങ്ങും അവിടെ കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് പോയിന്റ് ഓക്കെ ആണോ? ആംബുലറ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? ആംബുലറ്ററി എന്തായിരിക്കും? നമ്മൾ എന്താണ്, ചിലപ്പോ ചില ആളുകൾ നമ്മള് ഇവിടെ കൊണ്ടുവരാറില്ലേ എമർജൻസി ആയിട്ട് ഇല്ലേ? അങ്ങനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ എന്താണ്? ഇഫക്റ്റീവ് ട്രീറ്റ്മെന്റ് ഓൺ ആംബുലറ്ററി ബേസിസ് അല്ലെ, നമ്മള് പേഷ്യൻസിനെ നല്ല രീതിയിൽ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കുന്നത്. പിന്നെ എന്താണ്? സ്ക്രീനിങ് ഫോർ അഡ്മിഷൻ ടു ഹോസ്പിറ്റൽ അല്ലെ, അവിടെ എന്താണ്? സ്ക്രീനിങ്, പരിശോധന അല്ലെ. അവിടെ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിനെ നല്ല രീതിയിൽ പരിശോധിക്കുകയും അതിനുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. ഫോളോ അപ്പ് കെയർ ആഫ്റ്റർ ഡിസ്ചാർജ്, നമ്മൾ അവിടെ വരുന്ന പേഷ്യന്റിന് ഫോളോ അപ്പുകൾ കൊടുക്കാറുണ്ട്. അതുപോലെ ഇപ്പൊ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യന്റിനെ ഡിസ്ചാർജ് ആക്കി അതിനുശേഷവും വന്ന് കാണാനൊക്കെ പറയാറുണ്ട് അല്ലെ, പറയാറില്ലേ? എന്താണ് അപ്പോ? കെയർ ആഫ്റ്റർ ഡിസ്ചാർജ്, ആഫ്റ്റർ ഡിസ്ചാർജിന് ശേഷവും ചിലപ്പോ 1-2 ആഴ്ച കഴിഞ്ഞിട്ട് ഡോക്ടറെ വന്ന് കാണാൻ പറയാറുണ്ട്, പറയാറില്ലേ ഹോസ്പിറ്റലുകളില്? ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സർവീസുകളും ഹോസ്പിറ്റലില് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡിസ്ചാർജിന് ശേഷവും അവരെന്താണ്? കെയർ സർവീസുകൾ കൊടുക്കുന്നുണ്ട്.
പിന്നെ അതുപോലെ തന്നെ എന്താണ് പ്രമോഷൻ ഓഫ് ഹെൽത്ത് ബൈ ഹെൽത്ത് എഡ്യൂക്കേഷൻ രോഗികൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റെൻഡറിംഗ് ഓഫ് പ്രിവെന്റീവ് ഹെൽത്ത് കെയർ, അതുപോലെ തന്നെ എന്താണ് ആരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്തു കൊടുക്കാറുണ്ട് അല്ലെ. ഇപ്പൊ ഗർഭിണികൾക്കായാലും അതുപോലെ തന്നെ നമ്മൾ കണ്ടു എന്തൊക്കെയാണ് ഡയബറ്റിക്സ്, പ്രമേഹ രോഗികൾക്കുള്ള സ്പെഷ്യാലിറ്റി സർവീസുകൾ, അവരുടെ ഡയറ്റ് പ്ലാൻ ഫിറ്റ് ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുപോലെ ഗർഭിണികളുടെ സുരക്ഷയ്ക്കും കുഞ്ഞിനും അമ്മയ്ക്കും വേണ്ടിയിട്ടുള്ള അവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും നല്ല രീതിയിൽ നിലനിർത്തി കൊണ്ടുപോകാനായിട്ടുള്ള സൗകര്യങ്ങളും സർവീസുകളും അവിടെ കൊടുക്കുന്നുണ്ട്. ഹോസ്പിറ്റലുകളിൽ OPD പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൊമോട്ടിംഗ് ഹെൽത്ത് ത്രൂ ഹെൽത്ത് എഡ്യൂക്കേഷൻ, അവിടെ വരുന്ന പേഷ്യൻസിനായാലും പല വിസിറ്റേഴ്സിനായാലും എന്താണ് ഡോക്ടറുടെ അടുത്ത് വരുമ്പോൾ ഡോക്ടർ എല്ലാ കാര്യങ്ങളും അല്ലെ രോഗം എന്താണ് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ എങ്ങനെ കഴിക്കണം, അതുപോലെ തന്നെ ഭക്ഷണം എങ്ങനെ ക്രമീകരിക്കാം, ഏതൊക്കെ ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടാത്തത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഡോക്ടറുടെ അടുത്ത് വരുമ്പോൾ രോഗിക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ പല വിസിറ്റേഴ്സും വരാം, അവർക്കും എന്താണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ഹോസ്പിറ്റലുകളിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത്തരം ഫങ്ഷൻസ് ആണ് OPD പറയുന്നത് കേട്ടോ. ക്ലിയർ ആയോ? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഓക്കെ, ഇത്രയും വരെ മിസ് എടുക്കുന്നുള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് പോർഷൻ എടുക്കാം കേട്ടോ. ഇത്രയും വരെ വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.